സോന, പത്തനംതിട്ട നഗരത്തിലാണ് കൊട്ടിക്കലാശം ആറന്മുള മണ്ഡലത്തിന്റെ ഉള്ളത്. നമുക്കിപ്പോൾ വീണ ജോർജ് LDF സ്ഥാനാർത്ഥിയുണ്ട്. മിനിസ്റ്ററെ, വലിയ ആവേശമായിരിക്കും. തീർച്ചയായിട്ടും വലിയ ആവേശമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗംഭീര ഭൂരിപക്ഷം കിട്ടും. ഗംഭീര ഭൂരിപക്ഷം. കൊട്ടിക്കലാശത്തിലും പര്യടനത്തിലുമെല്ലാം സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു. ഉറപ്പായിട്ടുമുണ്ട്. കാരണം സ്ത്രീകൾ വലിയ വലിയ പിന്തുണയാണ് നൽകുന്നത് മണ്ഡലത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടവരും അവരിതെല്ലാം വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം അവർക്ക് എന്നെ അറിയാം, ഞങ്ങൾ ഒന്നിച്ച് ജനിച്ച് വളർന്ന് ഇവിടെ ജീവിച്ച്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അത്ര അവർ ഇമോഷണൽ ആകുന്നതിന് കാരണം അത്രയും അധികം ഒരു ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൽ പോലും. അപ്പോൾ തീർച്ചയായിട്ടും അതിവൈകാരികമായിട്ട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്, സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകളുടെ പിന്തുണയാണ് ഏറ്റവും വലിയ കരുത്താണ്. 3ാം തവണയാണ് മത്സരിക്കുന്നത്. വലിയ സൈബർ അധിക്ഷേപം ഈ സമയത്തെല്ലാം നേരിടേണ്ടി വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആയിരിക്കുമോ ജയിക്കുക? ഉറപ്പായിട്ടും നേരത്തെ 2021 ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വിജയമുണ്ടാകും. സൈബർ അധിക്ഷേപത്തിൽ എന്താ പറയാനുള്ളത്? ഈ ഒരു അവസാന ഘട്ടത്തിൽ, അവസാന മണിക്കൂറുകളിൽ സൈബർ അധിക്ഷേപത്തിൽ എന്താ പറയാനുള്ളത്? അല്ല, ഇത് പരാജയ ഭീതിയിൽ നിന്നാണല്ലോ. അതായത് മുഖമില്ലാത്ത ഫേക്കായിട്ടുള്ള കൃത്രിമ വ്യാജ ഐഡികൾ അങ്ങനെ സൃഷ്ടിച്ചിട്ടാണ് അവർ ഈ നിലയിലേക്ക് അധിക്ഷേപം നടത്തുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഒന്ന് മണ്ഡലത്തിലുള്ളവരല്ല, മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്. മണ്ഡലത്തിലെ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. അപ്പം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇത്രയും അധിക്ഷേപിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ നടത്തുന്നതിൻ്റെ കാരണം അവർ പരാജയപ്പെട്ടു എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ സമ്മതിക്കുക ചെയ്തത്. LDF സ്ഥാനാർത്ഥി തൊട്ടപ്പുറത്ത് സത്യാഗ്രഹ സമരം നടത്തിയാണ്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ടും പരാജയം അവർ സമ്മതിച്ചിരിക്കുന്നു. പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ത് കള്ളത്തരവും കള്ളത്തരം പറഞ്ഞ് എന്തെങ്കിലും രക്ഷ കിട്ടോ എന്നാണ് നോക്കുന്നത്. അവരുടെ ഇരിക്കോട്ടെ. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി വീണ ജോർജ് ഉള്ളത്. തൊട്ടടുത്ത് സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അബിൻ വർക്കി. UDF കള്ളം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മനുഷ്യനിർമ്മിത പ്രളയം എന്നത് സത്യമല്ല, അത് UDFന്റെ വെറും ആരോപണം മാത്രമാണെന്നാണ് LDF പറയുന്നത്. എന്തായാലും പത്തനംതിട്ട നഗരത്തിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. 2 ഭാഗത്തായി പോലീസ് തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് LDFും മറുഭാഗത്ത് UDF പ്രവർത്തകരും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിന്റെ ഗാന്ധി സ്ക്വയറിനോട് ചേർന്നാണ് UDF സ്ഥാനാർത്ഥിയായ അബിൻ വർക്കി പ്രചരണ പരിപാടികളുടെ ഭാഗമായി സത്യാഗ്രഹ സമരം നടത്തുന്നത്. അതിന് തൊട്ടെതിർവശം മന്ത്രി വീണ ജോർജ് അടക്കമുള്ള LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമടക്കം ഇവിടെ വലിയ ആവേശത്തോടെ തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകുന്നു. നിരവധി പ്രവർത്തകർ, അത് വനിതകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുണ്ട്.